20-25 റുപ്യ 30 റുപ്യ കൊടുക്കാൻ മതി. 25 റുപ്യ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഡീസൽ വണ്ടി കൊണ്ടുപോകാം. അതെ, ഉറുപ്പ്യ മുടക്കണ്ട. ഉറപ്പില്ലാണ്ട് കൊണ്ടുപോകാം. ഡീസൽ വണ്ടിയാണ്, അതും കമ്പനി വാറണ്ടിയിലുള്ള ലോൺ നമുക്ക് ഫുള്ള് ചെയ്ത് കൊടുക്കാം. ഇതും ഫുൾ ലോണില് ഇത് നമുക്ക് 70,000 റുപ്യ കൊടുക്കാം. അതായത് 800 പൈസ വരുന്നില്ല. 15 റുപ്യ വണ്ടി ഇറക്കാം. ഡേ ഫ്രണ്ട്സ്, ഇതാണ് നിങ്ങൾ ബഡ്ജറ്റ് കാറുകള് 1 ലക്ഷത്തിന് താഴെയുള്ള വാഹനങ്ങളൊക്കെ നോക്കുന്നുണ്ടോ? അത്തരം ആളുകൾ മിസ്സാക്കണ്ട കേട്ടോ. നല്ല ചെറുവാഹനങ്ങൾ ചെറിയ പൈസക്ക് നമുക്ക് കൊണ്ടുപോകാം. 800 വരുന്നുണ്ട്. ഓൾട്ടോകളിലൊക്കെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. പിന്നെ നീ പൈസ ഉള്ള വണ്ടികൾ നോക്കുന്നുണ്ടോ? അത്ര ആളുകൾക്ക് ഇതാവും നമുക്ക് നല്ല ട്രാക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു ക്യാഷും മുടക്കാതെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല അടിപൊളി ഫാമിലി കാറുകളുണ്ട്. ഡീസലിന്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. അത് മാരുതിന്റെ ഒക്കെ നല്ല അടിപൊളി വണ്ടികൾ, ടൊയോട്ടന്റെ വണ്ടികൾ, ഹോണ്ടന്റെ വണ്ടികൾ. അപ്പൊ 24 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന നല്ല പോളി വൈബിലുള്ള സൺറൂഫ് ഒക്കെ വരുന്ന, അത് നമുക്കൊരു ഹാച്ച് ബാഗിന്റെ പൈസ കൊണ്ടാവുന്ന നല്ല സെഡാനൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ്. ബിഗ്ടോയിലാണ്. അപ്പൊ ഇന്നും നമുക്ക് ഓഫറുകളൊക്കെ ആയിട്ട് നമ്മളെ കൂടെ ഉള്ളത് അഫ്സൽഖാനാണ്. അഫ്സൽഖാ, ഇന്നും പൊളിക്കാലേ. ആദ്യം ചെറുവണ്ടികളിൽ നിന്നാണ് തുടങ്ങാം. 1 ലക്ഷത്തിന് താഴെയുള്ള നല്ല ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അപ്പൊ നമ്മള് ബിഗ്ടോയിന്റെ പിന്നെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം മഞ്ചേരി റൂട്ടില് പാണായി സൗദിപ്പടി, നയാര പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് വീഡിയോ ഫുള്ള് കണ്ടോളി. നമുക്ക് ബഡ്ജറ്റ് കാറുകളും ഏത് ലെവലിലും ഈ SUV ഒക്കെ വേണമെങ്കിൽ ഇതാവുണ്ടോ, ഫുൾ ഓണിലുള്ള വണ്ടികൾ നല്ലോണം ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇന്നോവ നല്ല കിടുക്കൻ ഇന്നോവകളൊക്കെ ഉണ്ട് അല്ലെ. 5 ലക്ഷത്തിന്റെ ഒക്കെ 5 സംതിങ്ങിന്റെ ഒക്കെ നല്ല അടിപൊളി ഇന്നോവകളൊക്കെ ഉള്ള നല്ലൊരു പാർട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. സോ എന്ത് ചെയ്തോളി, നമുക്ക് 2 പാർട്ടായിട്ടാണ് ഇതിലിപ്പോ നമുക്ക് പക്ക സാധാരണക്കാർക്ക് അല്ലെ, ചെറിയ ബഡ്ജറ്റ്. ആദ്യം നമ്മള് സാധാരണക്കാരന്റെ വണ്ടി 2009 പുതിയ പേപ്പർ എടുത്ത മാരുതി AC വണ്ടി, AC 800 അല്ലെ, MPFI ആ ന്യൂ ഫേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വണ്ടി. അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇന്റീരിയർ നോക്കുക, നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലെതർ സീറ്റ് കവർ, ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ഫീച്ചേഴ്സും AC കാര്യങ്ങളെല്ലാം വരുന്ന ഒരു 800 അതും 5 അല്ലാത്ത പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ബോഡി ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. സോ ധൈര്യമായിട്ട് എടുക്കാം. പിന്നെ നമുക്ക് എത്ര ഇതിന് ചോദിക്കുന്നത്? നമുക്കൊരു 82,000 റുപ്യ 82,000 റുപ്യക്ക് അല്ലേ? ഒന്നുകൂടി കുറച്ചുകൂടെ നമുക്ക് കുറച്ച് കൊടുക്കാം. ഓക്കെ. പിന്നെ അപ്പൊ അതാണ് ചെറിയൊരു പൈസക്ക് AC 5 അല്ലാത്ത പേപ്പർ വണ്ടി. ഇതാണ് നമ്മള് കുഞ്ഞൻ ഇന്നോവ എന്ന് പറയാം അല്ലെ. ഇന്നോവന്റെ ഷേപ്പിൽ വന്നതിന്റെ ഒരു ഓഫറിൽ കൊടുക്കുകയാണ് ZNSറ്റിലോ. അതും നമുക്ക് പെരിന്തൽമണ്ണ രജിസ്ട്രേഷന്. പിന്നെ ഇത് നമുക്ക് വാഗണറിന്റെ ഒക്കെ ആ ഒരു K സീരീസ് എഞ്ചിനാണ്. 2000 മോഡലാണ്. റിന്യൂവൽ എടുത്തിട്ടുള്ള പുതിയ പേപ്പർ 29 അവർ എടുത്തു കൊടുക്കും. 29 വരെയുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള വണ്ടി. ഇത് നമുക്ക് ബാക്കിലൊക്കെ യാത്ര ചെയ്യാൻ നല്ല കംഫർട്ടാണ്. വാഗണറിന്റെ ആ ഒരു സെയിം സെഗ്മെന്റ് ആണ് ഈ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ട് വണ്ടി നിലവിൽ വരുന്നത്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 92,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ഇത് പെട്രോൾ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം മൈലേജും കിട്ടും. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് 90 റുപ്യ കൊടുക്കാം. പേപ്പറിൽ 29 റുപ്യക്ക് പിന്നെ 29 വരെ പേപ്പറുള്ള വണ്ടി നമുക്ക് എത്ര? 90,000 റുപ്യ കൊടുക്കാം. 90,000 റുപ്യക്ക്. അടുത്താണ് ഒന്നുകൂടി നമുക്ക് ZNS തന്നെയാണ്. ഇത് K സീരീസ് തന്നെയാണ്. 2010 വണ്ടി. ഇത് 24, 25 വരെ പേപ്പർ ഉണ്ടാവും. ഇത് ഓൺഷിപ്പ് കാര്യങ്ങൾ ഓൺഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 1.5 ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സെയിം സെഗ്മെന്റ് ആണ്. ഒരു മോഡലിന് ചെറിയൊരു മാറ്റം. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? എന്തില്ല. നമുക്ക് 6 മാസം ഇഞ്ചൻ വാറണ്ടി കൊടുക്കട്ടെ. നമ്മൾ ഫുള്ള് വർക്ക് എടുത്താണ്. അപ്പൊ ഇഞ്ചൻ വാറണ്ടിയിൽ വരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി. നമ്മളെ ഷോറൂമിന്റെ വാറണ്ടി ആണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? 1.5 ലക്ഷം റുപ്യ. 1.5 ലക്ഷം റുപ്യക്ക് കിട്ടുന്ന വണ്ടി. അടുത്തതാണോ നമുക്ക് ഒരു ഓൾട്ടോ 2007 LX ഏസിന്റെ പവർ ഷെയറിംഗ് ഇല്ല. ഓക്കെ. ഇത് നമുക്കൊരു 70,000 റുപ്യ കൊടുക്കാം. അതായത് 800 പൈസ വരുന്നില്ല. AC വർക്കിംഗ്. അതായത് ഒരു 800-കാട്ടി കുറഞ്ഞ വിലക്ക് കൊണ്ടാൻ പറ്റുന്ന നല്ല ഒരു പിന്നെ ഓൾട്ടോ അല്ലെ. അത് മോഡൽ ഏതായിരുന്നു? പുതിയ പേപ്പർ 27 പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ എഞ്ചിൻ മെക്കാനിക്കലൊക്കെ പക്കല്ല വണ്ടി? പക്ക. 70,000 റുപ്യക്ക് ഒരു 800 പൈസക്കാണ് കൊണ്ടുപോയിക്കോളൂ. അടുത്ത ഒരു കിഡ്ലൻ സെഡാന് മാരുതി 2009 ഡിസൈർ. 2009 ഡിസൈർ. പേപ്പർ 29 വരെ 2029 വരെ പേപ്പർ ഉണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ല കിടക്കാച്ചി അലോയൊക്കെ ചെയ്തേക്കണു. അത് ഫുൾ ബാക്ക് വണ്ടി, അതും ഫാൻസി നമ്പർ ഒക്കെ ഉള്ള വണ്ടി. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയാണ്? ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 1.30. ഇതിന് 9-inch ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം പക്ക വണ്ടി. നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ഒന്നും നോക്കാനൊന്നുമില്ല. 29 വരെ പേപ്പറും കാര്യങ്ങളുണ്ട്. മൈലേജ് ഒരു 20 പ്രതീക്ഷിച്ചിട്ട് നമുക്ക് ഡീസൽ വണ്ടിയാണ്. നമ്മൾ എത്ര ചോദിക്കണേ? ഇത് നമുക്കൊരു 2.25 കൊടുക്കാം. 2.25-ന് 29 വരെ പേപ്പറുള്ള വണ്ടി. ലോൺ എത്ര ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഇതൊരു സേർട്ടാ കിട്ടുള്ളൂ. 2009 പകുതിയൊക്കെ ചെയ്യാം. അടുത്താണ് തോന്നുന്നു റിഡ്സ്
അതും ഡീസൽ വണ്ടി അതെ നല്ല കിടക്കാച്ചി നമ്പറൊക്കെയാണ് 5994 അല്ലെ ഒരു പൊന്നാനി രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഡീസലാണ് വീഡിയോ AC പോസ്റ്ററിംഗ് 4 ഡോർ പവർ വിൻഡോ അല്ല ഇത് മോഡൽ കാര്യങ്ങളൊക്കെ 2011 മുകളിൽ 12 റേസർ ഓക്കെ കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ 132 ഓക്കെ മേ സർവീസ് ഒക്കെ കഴിഞ്ഞാണോ അതെ അതെ ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ലല്ലോ ഒന്നുമില്ല അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതെ ഓൺഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ നമ്മൾ എത്ര ചോദിക്കണത് 240 240 അല്ലേ 2011 രജിസ്റ്റർ വരുന്ന വണ്ടിയാണ് 12 രജിസ്റ്റർ വരുന്ന വണ്ടി അല്ലേ നമുക്ക് അത്യാവശ്യം 18 ഒക്കെ മൈലേജും പ്രതീക്ഷിക്കാം ലോണ് ചെയ്യാൻ പറ്റുമോ ലോൺ ചെയ്യാം 1.25 ലോൺ ചെയ്യാം വീണ്ടും റിഡ്സ് സിൽവർ ഇതെങ്ങനെയായിരുന്നു മോഡൽ 2011 ഓ നല്ല 313 നല്ല നമ്പറൊക്കെയാണ് അല്ലേ ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങള് ഇത് 110 ഓട്ടം 110 ഓട്ടം 2011 മോഡൽ അല്ലേ അതെ സർവീസ് കഴിഞ്ഞല്ലേ എല്ലാം കഴിഞ്ഞ ഓക്കെ എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്ക ഉണ്ട് ഗ്യാരണ്ടി കൊടുക്കാം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു 18-20 ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാം നമ്മൾ എത്ര ചോദിക്കണതിന് ഇതിന് 240 സെയിം റേറ്റ് തന്നെ ആ പറഞ്ഞ പോലെ 1.25 നമുക്ക് ലോണും ചെയ്യാം അടുത്ത ഒരു കിഡിലൻ സെഡാന് മാരുതി പിന്നെ ടയോട്ടന്റെ സെഡാന് എത്തിയോസ് പ്ലാറ്റിനം ടൈപ്പ് അല്ലേ 55 രജിസ്ട്രേഷൻ ആണ് പിന്നെ മോഡല് കാര്യങ്ങള് അലോയി കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഓഫറിൽ ഇത് എത്ര പറഞ്ഞാണ് 2016 നമ്പറായ വണ്ടി നമുക്ക് എത്ര രൂപ കൊടുക്കങ്ങള് 365 ചെറിയ പൈസക്ക് നല്ലൊരു വോൾട്ട് 800 എടുക്കുന്ന പൈസക്ക് ഉണ്ടോ ഒരു വലിയൊരു വണ്ടി 20 മൈലേജ് GDSP ആണ് സ്പെഷ്യൽ വണ്ടിയാണ് അപ്പൊ നമുക്ക് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി നല്ല മൈലേജും കിട്ടും തീരെ മെയിൻ്റെനൻസും ഇല്ലാന്ന് പറയാം അടുത്താണോ നമുക്ക് സിറ്റി നോക്കുന്ന പിന്നെ ഇതിന്റെ ഒരു 2010 ഓട്ടോമാറ്റിക് CNG മൈലേജ് ഉണ്ടാവും മെയിൻ്റെനൻസ് ആണെങ്കിൽ തീരെ ഉണ്ടാവില്ല പിന്നെ ഫുട്ബോൾ കളിച്ച് പോവുകയും ചെയ്യാം നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ് ഇത് മെയിൻ്റെനൻസ് ഒക്കെ വളരെ കുറവല്ലേ നമ്മൾ കറക്റ്റ് സർവീസ് ചെയ്താൽ ഒന്നും നോക്കാനല്ലേ അല്ലേ ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1:40 ഓടിയിട്ടുണ്ട് അല്ലേ പേപ്പർ നമുക്ക് 25 ലാസ്റ്റ് വരെ ഉണ്ടാവില്ല ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ല അപ്പൊ CNG കിറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം നമുക്ക് മൈലേജ് ഏകദേശം 20 കിട്ടൂല എത്ര നമ്മൾ ചോദിക്കണം 310 ഓട്ടോമാറ്റിക് CNG നമുക്ക് ലോണൊക്കെ 2 പ്രതീക്ഷ മതി CNG കിറ്റ് ആയിട്ടാണെങ്കിൽ 10 രൂപ കൊടുക്കണം അപ്പൊ അതൊക്കെ നമുക്ക് ഓക്കെയാണ് അടുത്ത നമുക്ക് ഓൾട്ടോ 800 ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നൊരു മോഡൽ അലോയി ഒക്കെ വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു മോഡൽ 2017 കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ 1.5 നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ വന്നൊരു വാഹനം മേജർ ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ല ഒരു റീപ്ലേസ് ഇല്ല എത്ര നമ്മൾ ചോദിക്കുന്നത് 265 ലോൺ എത്ര വരെ ചെയ്യാൻ ലോൺ നമുക്ക് 2 രൂപ അപ്പൊ 15 രൂപ വണ്ടി ഇറക്കാം ഓൺഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ 1.5 ഓടി വണ്ടി 15 രൂപ വണ്ടി ഉണ്ടോ അടുത്ത നമ്മൾ വീണ്ടും ഒരു ഓൾട്ടോ 800 2019 വണ്ടി എങ്ങനെയായിരുന്നു കിലോമീറ്റർ 64,000 കമ്പനി സർവീസ് അല്ലേ മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് അബ്രോണിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല ബോണറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല കമ്പനി തന്നെ മാറ്റിയത് അപ്പൊ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയിലാണ് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഗ്ലാസ് മാറ്റിയിട്ടുണ്ട് ബോണറ്റോ കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല എത്ര നമ്മൾ ചോദിക്കുന്നത് 290 നല്ല ബെസ്റ്റ് പ്രൈസ് ഇല്ല ഇത് നമുക്ക് അതിന്റെയും ഫേസ് ലിഫ്റ്റ് കാര്യങ്ങള് BS6 വന്ന വണ്ടിയില്ല അതാണ് നമുക്ക് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് ഫുള്ള് ചെയ്ത് കൊടുക്കാം ഇതും ഫുൾ ലോണില് 19 മോഡൽ വണ്ടി ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റുന്ന വണ്ടിയില്ല നമ്മളൊരു സബോമീറ്റർ SUV ആണ് ഹുണ്ടായുടെ വെന്യൂ ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ ഡീസലാണ് മൈലേജ് നമുക്ക് എത്ര മൈലേജ് 18-20 കൺഫേം ആണ് 2022 വണ്ടി വെറും 8000 കിലോമീറ്റർ ഓടി വണ്ടി 2022 അത് മോഡൽ കൂടിയൊരു വണ്ടി ഡീസൽ വണ്ടി 8000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് അപ്പൊ നല്ല മൈലേജും അപ്പൊ ഈ ടയറൊക്കെ കണ്ടാൽ തന്നെ അറിയാം കമ്പനി ടയറാണ് തീരെ ഓടിയിട്ടില്ല അപ്പൊ നമുക്കൊരു ഷോറൂം കണ്ടീഷനോട് കൂടി എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയില്ല എങ്ങനെയായിരുന്നു നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു ഇത് 9,40,000 940 അല്ല കിഡ്ലൻ പെർഫോമൻസും ആണ് ഇന്റീരിയർ സ്പേസ് നോക്കുകയാണെങ്കിൽ ഇതാണോ നല്ല സ്പേഷ്യസ് ആണ് നമ്മുടെ റിയർലി AC വെന്റ് വരുന്നുണ്ട് ചാർജിങ് പോയിന്റ് വരുന്നുണ്ട് പാർസൽ ട്രേ പിന്നെ 8000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലൊന്നും ഒന്നും നോക്കാനില്ല
പിന്നെ 9-inch ടച്ച് സ്ക്രീന്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, അങ്ങനെ 6 ഗിയർ ആണ് വരുന്നത്. കമ്പനി വാറണ്ടി വാക്കിൽ വണ്ടി കേട്ടോ. കമ്പനി വാറണ്ടി അല്ലേ? അപ്പൊ നമുക്കൊരു പുതിയ വാഹനം എടുക്കുന്ന പോലെ 8000 കിലോമീറ്ററും അതേപോലെ തന്നെ ഡീസലില് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സബോമീറ്റർ. അപ്പൊ നല്ല പെർഫോമൻസ്, മൈലേജ്, നല്ല സ്പേഷ്യസ്, അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? നമ്മൾ എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? ഇത് 9,40,000 9,40,000. നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് നല്ല സ്കോർ ഉണ്ട്, നമുക്ക് ഉറുപ്പ് മുടക്കണ്ട, ഉറപ്പില്ലാണ്ട് കൊണ്ടുപോകാം. ഡീസൽ വണ്ടിയാണ്, അതും കമ്പനി വാറണ്ടിയിലുള്ള വാഹനം. ഒരു സിറ്റി കഴിഞ്ഞു, ഇപ്പൊ വീണ്ടും ആണോ 4th gen സിറ്റി അല്ലേ? സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. KL 38 നല്ല 660 ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടി അല്ലേ? അതും ഡീസലല്ല വണ്ടി തന്നെ. ഡീസല് ഏകദേശം ലോങ് റണ്ണിൽ 22-24 വരെ മൈലേജ് പ്രതീക്ഷിക്കാം. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങള്? ഇത് 2014. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 130 കറക്റ്റ് ഷോറൂം സർവീസ്, കമ്പനി സർവീസ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. എന്തില്ല VX ആണ്, ടോപ്പ് എൻഡ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയില്ല. എത്ര നമ്മൾ ചോദിക്കണതിന്? ഇതിന് 665. 665 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവൂലേ? എന്തെങ്കിലും ചെയ്തെടുക്കാം. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 5.25 റേഞ്ചിലൊക്കെ ചെയ്യാം. 5.25 റേഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റും. അടുത്തതാണ് വീണ്ടും ഒരു ചെറുവാഹനം വാഗ്നർ. അതെ, ഇത് 2027 വരെ പേപ്പറിലെ വണ്ടി. 2027 വരെ പേപ്പറിലെ വണ്ടി. 90 രൂപ കൊടുക്കട്ടെ. 90 രൂപ. എഞ്ചിന് മെക്കാനിക്കലൊക്കെ എന്താ പാട്? പക്ക ഗ്യാരണ്ടി. ഒരു 15 ഒക്കെ മൈലേജും കിട്ടൂല. അത്യാവശ്യം ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നു. നമ്മളെ മാരുതിന്റെ ആദ്യ മോഡൽ വാഗ്നർ അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ബോഡി വെയിറ്റും പെർഫോമൻസും സ്റ്റെബിലിറ്റി ഒക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കിട്ടും ചെയ്യൂല. അതാണ് മൈലേജ് നോക്കുന്നവർക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ് നമ്മളെ ഫോർഡ് ഫീഗോ അല്ല? ഡീസൽ അല്ല വണ്ടി വരുന്നത്? എന്തായാലും 18 മൈലേജ് കിട്ടൂല. 18 കൺഫേം. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2011 മോഡൽ 12 റേസർ. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 93. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട് അല്ലേ? നമുക്ക് എത്ര ചോദ്യം? ഇത് നമുക്ക് 1.30 കൊടുക്കാം. 1.30 ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന്? ലോൺ നമുക്ക് 80 രൂപ ചെയ്യാം. 80 രൂപ ചെയ്യാം. 10-40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. അപ്പൊ ഡീസലാണ്, നല്ല പെർഫോമൻസ്, അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ് അല്ലേ? വീണ്ടും സിറ്റി കൊണ്ട് കളിയാണല്ലോ. സിറ്റിന്റെ 3 ജനറേഷൻ ഇവിടെ ഉണ്ട് അല്ലേ? അതിന്റെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നൊരു മോഡൽ 5002. നല്ല ഫാൻസി നമ്പറൊക്കെ ആണല്ലോ. ഡീസലാണോ പെട്രോൾ? ഡീസല്. ഇത് മൈലേജിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും ഇല്ലല്ലോ. ഡെയിലി യൂസിന് പറ്റൂല. എന്തായാലും ലോങ്ങിൽ നമുക്ക് 24 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. പിന്നെ നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ സ്റ്റിയർ മോൾഡ് കൺട്രോൾസ്, അങ്ങനെ അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്ന വണ്ടിയില്ല. ഇത് മെയിൻ്റെനൻസ് വളരെ കുറവാണ് അല്ലേ? അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇല്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെ? 2018 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വണ്ടി. നല്ല ഫാൻസി നമ്പർ ഒക്കെ ഉണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് ഷോറൂമിനാണ്. ബോണ്ടിന് പ്രശ്നങ്ങളൊന്നുമില്ല, അബ്രോണൊന്നും പ്രശ്നങ്ങളൊന്നും. ഷോറൂം കൊണ്ട് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അത്ര നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? ഇത് നമുക്കൊരു 7,86,000 കൊടുക്കാം. 85. ലോൺ ഏകദേശം നമുക്ക് എത്ര? ലോൺ നമുക്ക് 10-25 രൂപ 30 രൂപ കൊടുക്കാൻ മതി. 25 രൂപ സുഖമായിട്ട് ഡീസൽ വണ്ടി ഉണ്ടോ? അതെ. വീണ്ടും ബലീന. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ഇത് ഗ്ലാൻസ് ആണ് അല്ലേ? അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 2 ബലീനെ പരിചയപ്പെടുന്നു. പോളിഷ് നമ്പർ പ്ലേറ്റ് കൊടുക്കാൻ കേട്ടോ. ഓക്കെ. ഇതൊക്കെ എങ്ങനെയായിരുന്നു മോഡൽ? 2020 18,000 കിലോമീറ്റർ ഓടി. 18,000 കിലോമീറ്റർ. 2020 BS6 വണ്ടി. അത് പോസിറ്റീവ് എല്ലാം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചർ ലോഡ് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 6.85 കൊടുക്കാം. 6.85. നല്ല സ്പേഷ്യസ് ആണ്. ടയോട്ടന്റെ വണ്ടിയാണ്. നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ ടയോട്ടന്റെ ആണ് കിട്ടുന്നത് അല്ലേ? അതേപോലെ പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. നമുക്ക് ഏകദേശം എത്ര പേര് ലോൺ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഇത് ഫുള്ള് ചെയ്യാം. ഫുൾ ലോണും ചെയ്യാം. അപ്പൊ ഒരു പൈസയും കൊടുക്കണ്ട. ധൈര്യമായിട്ട് നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു പൈസ പോലും മുടക്കാതെ കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു കിഡ്ലം വണ്ടി BS6 വണ്ടി. അടുത്താണോ മൈലേജ് നോക്കുന്നവർക്ക്? അതേപോലെ നല്ല സ്പേഷ്യസ് ആയ ഒരു വാഹനമാണ് നിസാന്റെ സണ്ണിയിലെ 2012 മോഡൽ 13 റേസർ. 12 മോഡൽ 13 റേസർ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 80,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. കേരള വണ്ടി അല്ലേ? കേരള വണ്ടി. അപ്പൊ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നമുക്ക് എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്കൊരു 2,80,000 രൂപ കൊടുക്കാം. 2.85. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. മൈലേജ് ഈ പറഞ്ഞ പോലെ 22-24 വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വണ്ടി. നമുക്ക് അപ്പൊ ചെറിയൊരു പൈസ ഈ വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാം. അഫ്സൽക്ക, വിക്ടോറി, മലപ്പുറം, പാണായി, സൗദിപ്പടിയില.
അപ്പൊ നമുക്ക് പറഞ്ഞ പൈസ ഒന്നും നമുക്കൊരു ഫൈനൽ പ്രൈസ് അല്ലല്ലോ, എന്തായാലും ചെയ്തെടുക്കാം. നിങ്ങളെ വീഡിയോ കണ്ടാൽ നമുക്ക് പ്രത്യേകിച്ച് അപ്പൊ നമ്മൾ നമുക്ക് നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അഫ്സൽഖാന്റെ നമ്പർ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, വിളിച്ചോളി. അപ്പോൾ മിസ്സാക്കണ്ട. പിന്നെ ജസ്റ്റ് നിങ്ങൾ വോയിസ് ഇടുകയാണെങ്കിൽ എന്താണ് കാര്യം എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ വോയിസ് ഹായ് അയക്കുന്നതിന് പകരം ഏതാണ് വണ്ടി എന്താണ് അറിയേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് വോയിസ് ഇട്ടാൽ കാണുമ്പോൾ എന്തായാലും റിപ്ലൈ തരും. സോ എന്ത് ചെയ്തോളി, ധൈര്യമായിട്ട് വന്നോളി. നമുക്ക് ചെറിയ ബഡ്ജറ്റിലും അതേപോലെ തന്നെ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു പൈസ പോലും മുടക്കാൻ നമുക്ക് ധാരാളം വാഹനങ്ങളുണ്ട്. സോ വാഹനം എടുക്കാൻ ആഗ്രഹം ഉണ്ടാവും, അടവടിച്ച് പോകാൻ പറ്റും എന്നുള്ളവർക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വന്ന് കൊണ്ടുപോകുക. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് അഫ്സൽ സൈനിങ് ഓഫ്.